ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി കണ്ടാലോ. ഒരുപാട് സാധനങ്ങളില്ലാതെ ഒരുപാട് സമയമൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു റവയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു കപ്പ് റവ എടുക്കാം. അത് വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും നമുക്കെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 3/4 കപ്പോളം തേങ്ങ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടി ഇതിലിട്ടതിന് ശേഷം നമുക്കിതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ തേങ്ങയും റവയൊക്കെ എടുത്ത അതേ കപ്പിൽ തന്നെ 1/4 കപ്പോളം വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് റവ ഒന്ന് ഏകദേശം നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ റവയൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മളിത് മിക്സിയിൽ ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ ഇതിന് നന്നായിട്ട് നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലൊക്കെ ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ സാധാരണ വെള്ളയപ്പം ദോശമാവൊക്കെ അരച്ചെടുക്കുമല്ലേ, ആ രീതിക്ക് ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ടെടുക്കുക. എന്നിട്ട് നമ്മളിത് ആ ഒരു പാത്രത്തിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളി ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല പെട്ടെന്ന് തന്നെ നല്ല റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ ബേക്കിംഗ് സോഡ ഇടുന്നത്. അപ്പോൾ അതും കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പം നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ ചുറ്റിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് സമയം എടുക്കുകയൊന്നുമില്ല. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദോശക്കല്ലെടുത്തിട്ട് ദോശ ഇടുന്ന പോലെ ഉണ്ടാക്കിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വെള്ളാപ്പ ചട്ടി ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ വെള്ളാപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പം നമ്മളിതാ വെള്ളാപ്പം പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് അടിച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം കേട്ടോ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം തന്നെ നമ്മൾ അടിപൊളി റവ കൊണ്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയം എടുക്കാതെ നല്ല ടേസ്റ്റിൽ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. നമുക്കിത് ദോശ പോലെ ചുട്ടിട്ടെടുക്കാം. ഒന്നായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആട്ടോ. ടേസ്റ്റ് മാത്രമല്ല നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമേ. അപ്പം ബാക്കിയുള്ള അപ്പമൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കിയിരുന്ന ആ ഒരു സമയം പോലും ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ നമുക്ക് നല്ല അടിപൊളി തേങ്ങാപ്പാലും കൂടി ഉണ്ടെങ്കിലേ സൂപ്പർ ആട്ടോ. രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം. ബൈ, താങ്ക് യു.